ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന 1600 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 68 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ നോക്കാം. ഈ വീട് വരുന്നത് പഞ്ചായത്തിൻ്റെ 5 മീറ്റർ ആയിട്ടുള്ള പഞ്ചായത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. കൂടാതെ നമുക്ക് 4 മീറ്റർ ആയിട്ടുള്ള ഇവിടെ 4 മീറ്റർ ആയിട്ടുള്ള ഇന്റേണൽ റോഡും നമുക്ക് ഈ വില്ലയിലേക്കായിട്ട് വരുന്നുണ്ട്. മൊത്തം 8-10ഓളം വില്ലകളായിരുന്നു വരുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഫ്രണ്ട് ഫ്ലോട്ടായിട്ട് വരുന്ന ടാർ റോഡ് ഫേസ് ചെയ്ത് വരുന്ന വില്ലയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത്. അത് CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായ ഡിസൈനിലാണ് ഇവിടെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ SUV പോലുള്ള വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും കൂടാതെ ഒരു ചെറിയ വാഹനം കൂടി നിൽക്കാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. മുറ്റം വരുന്നത് നമുക്ക് കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് മുറ്റത്തിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ പെടാത്ത രീതിയിലാണ് കാർ പോർച്ച് വരുന്നത്. അത് ഒരു 400 സ്ക്വയർ ഫീറ്റോളം കവേഡ് ചെയ്തിട്ട് ഷീറ്റിട്ട് കവേഡ് ചെയ്ത് നല്ല ഭംഗിയാക്കിയാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം. സിറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇനി ഫ്രണ്ട് ഡോറ് ഇവിടെ വരുന്നത് നമുക്ക് തേക്ക് മരത്തിലാണ് തിരിച്ച ഡബിൾ പാളിയിൽ തീർത്ത നല്ല ഡിസൈനോട് കൂടിയുള്ള നല്ല ഭംഗിയുള്ള ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള പാനൽ വർക്കുകളും നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. വലിയ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്ക് വരുന്നത്. കൂടാതെ നല്ലൊരു TV യൂണിറ്റൊക്കെ വെക്കാവുന്ന രീതിയിലും ഷോക്കേസ് പോലെയുള്ള നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഫാൾസീലും വർക്കുകളൊക്കെ ഈ ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഫുള്ളായിട്ടുള്ള ഫാൾസീലും വർക്കുകളും നമുക്കിവിടെ ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് കിടക്കുന്ന ഭാഗത്ത് നല്ല സ്ക്വയറിലായിട്ടുള്ള നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും, അതും തേക്ക് മരത്തിലാണ് നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ വരുന്നത്. അത് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ വരുന്നത്. നമുക്ക് 6-7 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി മനോഹരമായ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തേക്ക് മരത്തിൽ പാനലൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് നൽകുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള ഒരു വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല മനോഹരമായ ഫാൾസീലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ഡിസൈനൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള ടൈലുകളും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി ഒതുക്കിയ ഒരു വാഷ് ബേസിൻ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഒരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഇവിടെ ഓപ്പൺ കൺസെപ്റ്റിലല്ല, ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. നല്ല ഡോറുകളൊക്കെ കിച്ചണിന് വേണ്ടി ഡോറുകളൊക്കെ നല്ല മനോഹരമായ ഡോറുകളാണ് കിച്ചണിന് വേണ്ടി നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ 3 സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല ഫാൾസീലും വർക്കുകളും ഈ കിച്ചണിലായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടില്ല, പക്ഷേ നല്ല വർക്ക് ഏരിയക്കുള്ള നല്ല വലിയൊരു സ്പേസ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ബിൽഡർ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് ഒരു കിണറാണ്. അത് നല്ല വെള്ളമൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള വലിയൊരു കിണറും സംവിധാനമുണ്ട്. കൂടാതെ നമുക്ക് KWD വാട്ടർ കണക്ഷനും ഈ വീടിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്.
ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം എന്ന് പറയുന്നത് മീഡിയം വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള വുഡിനാൽ നിർമ്മിത അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൾ സീലിംഗ് വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനുള്ള ടൈലുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും കൂടാതെ ബ്രോഡറായിട്ട് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുമാണ്. നമുക്ക് ഇവിടുത്തെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് റെയിൽസിൻ്റെ വർക്കുകളൊക്കെയാണ്. അത് ഫുള്ളായിട്ട് നമുക്ക് തേക്ക് മരത്തിലാണ് നമുക്ക് ഹാൻഡ് റെയിൽസൊക്കെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നല്ല ഡിസൈന് വേണ്ടി ഗ്ലാസ്സൊക്കെ ഹാൻഡ് റെയിൽസിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അപ്പർ ലിവിങ്ങിൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പറവകളെയും നമുക്ക് വീടിന് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂം, മൊത്തം ഈ വീടിന് 4 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂമുകളൊക്കെ നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൾ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനായിട്ട് സെപ്പറേഷനായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് സൈഡിലൊരു വാഷ് ബേസിൻ കൗണ്ടറോട് കൂടി വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും നല്ല ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഫാൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് സൈഡിലൊരു വാഷ് ബേസിൻ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷ് ബേസിനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൂടി നമുക്ക് ഈ യൂട്ടിലിറ്റി സ്പേസിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഒരുപാട് വലിപ്പമുള്ളതല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ഡിസൈനുള്ള ഹാൻഡ് റെയിൽസിലൊക്കെ മറ്റേ ബാൽക്കണിയിലും നമുക്കിവിടെ വരുന്നുണ്ട്. ഈ വില്ലയിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം നമുക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു 12 കിലോമീറ്ററാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് 3 കിലോമീറ്ററാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് 15 കിലോമീറ്ററുമാണ്. കൂടാതെ ഈ 4.5 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന 1600 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.